40,000 പുതിയ ജോലികളാണ് ദുബായിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്നല്ലേ? മെറ്റാവേഴ്സ്, ദി ന്യൂ സ്ട്രാറ്റജി. ദുബായ് ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബാണ് ദുബായ് മെറ്റാവേഴ്സ് സ്ട്രാറ്റജി പ്രഖ്യാപിച്ചത്. ഈ ഒരു ഇനീഷ്യേറ്റീവ് 40,000 ജോലികളാണ് 2030 ടാർഗറ്റ് ചെയ്യുന്നത്. $4 ബില്യൺ വരുന്ന 5 വർഷത്തിൽ ഈ ഒരു പദ്ധതിയിലൂടെ ദുബായ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് മെറ്റാവേഴ്സ്? വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു വെർച്വൽ ലോകം സൃഷ്ടിച്ചെടുക്കാനും അനുഭവിക്കാനും അവസരമൊരുക്കുന്നതാണ് മെറ്റാവേഴ്സ് ടെക്നോളജി. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓഫീസിലിരിക്കുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ കഴിയും. എങ്ങനെയാണെന്നല്ലേ? അതിന് നമ്മൾ VR ഹെഡ്സെറ്റ് തന്നെ ധരിക്കണമെന്നില്ല. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ണടകൾ അല്ലെങ്കിൽ അതിൽ ആഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളത് കണ്ട് ആ ജോലി ചെയ്യുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനും മെറ്റാവേഴ്സിലൂടെ സാധിക്കുന്നതാണ്. അതിനു പുറമെ എല്ലാവർക്കും ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി സൃഷ്ടിക്കപ്പെടും. നിങ്ങൾ ലോകത്തിന്റെ എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ഗെയിം കളിക്കാനും അല്ലെങ്കിൽ വേറൊരു രാജ്യത്തുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. നിങ്ങൾ ആ വെർച്വൽ ഗാഡ്ജറ്റ് ധരിക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ കളിക്കുന്നത് പോലെയോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. വേറൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എങ്ങനെയാണ് ഡിജിറ്റൽ മീറ്റിംഗുകൾ നടക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, സൂം പോലെയുള്ള പ്ലാറ്റ്ഫോമിലാണ്. ഇതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് മെറ്റാവേഴ്സിലൂടെ സാധ്യമാവാൻ പോകുന്നത്. അഥവാ മെറ്റാവേഴ്സിന്റെ ടൂൾസും ഗാഡ്ജറ്റ്സും നമ്മൾ ധരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കും ബാക്കിയുള്ളവർ നമ്മളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു പ്രതീതിയായിരിക്കും. അവരെ സ്പർശിക്കാനും അത് ഫീൽ ചെയ്യാനും മെറ്റാവേഴ്സിലൂടെ സാധിക്കുന്നതാണ്. മെറ്റാവേഴ്സ് എല്ലാ മേഖലകളിലും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന രീതി എങ്ങനെയാണ്? 10 കൊല്ലം മുമ്പോ 20 കൊല്ലം മുമ്പോ നമ്മൾ പഠിച്ച അതേ മെത്തേഡിലാണ് കുട്ടികൾ പഠിക്കുന്നത്. പക്ഷെ നാളെ വരുന്ന കുട്ടികൾ അങ്ങനെയല്ല പഠിക്കാൻ പോകുന്നത്. അവർ മെറ്റാവേഴ്സിന്റെ ഗാഡ്ജറ്റ്സും ടൂൾസും ധരിക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ പ്ലാനറ്റുകൾ പ്രത്യക്ഷപ്പെടും. അതിന്റെ പുറമെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ സയൻസും മാത്സും പോലെയുള്ള സബ്ജക്ട്സ് കുട്ടികൾക്ക് വളരെ എളുപ്പമായിരിക്കും. നമ്മൾ പണ്ട് ഹിസ്റ്ററി ക്ലാസ്സിൽ ഇരുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തു നോക്കിയേ. പക്ഷെ ഇനിയുള്ള കുട്ടികൾ അങ്ങനെയല്ല. അവർക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റും. ഈ മേഖലയിൽ ദുബായിൽ മാത്രം നിലവിൽ 1000ഓളം കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ദുബായിയുടെ സാമ്പത്തിക മേഖലയ്ക്ക് പ്രതിവർഷം $50 കോടി സംഭാവന ചെയ്യുന്ന സ്ഥാപനങ്ങളാണിവ. ഈ ഒരു തീരുമാനത്തിന്റെ വേഗത കൂട്ടുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ സെപ്റ്റംബർ 27 and 28 ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ വെച്ച് നടന്ന ഫസ്റ്റ് എവർ ദുബായ് മെറ്റാവേഴ്സ് അസംബ്ലി. So as we always say, Dubai will never settle for anything less than first place.